എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ അശ്വതി കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ലോങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര ലോങ് വീഡിയോ ഒന്നുമല്ല, കുറച്ചൊരു ചെറിയ ലോങ് വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ചെടിയൊക്കെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ചാണ് കേട്ടോ. ഈ ചെടിയുടെ പ്രിൻ്റുള്ള ഒരു ക്ലോത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതും കാണിക്കാമല്ലോ. അപ്പോൾ ഓക്കെ, കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഇന്നലെ പുറത്തു പോയപ്പോൾ വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ മെയിനായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അതിൽ കൂടുതലും ഇയറിങ്സ് ആണ്. അതിനും കാരണമുണ്ട്, എനിക്ക് ഇയറിങ്സ് കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കുറേ ഇയറിങ്സ് ഉണ്ട്. എനിക്ക് ഇയറിങ്സ് കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം എൻ്റെ ഇയറിങ്സ് എല്ലാം ഞാൻ ഇതിൽ വാങ്ങിച്ച കുഞ്ഞു കുഞ്ഞു ഇയറിങ്സ് സാധനമൊക്കെ ഇതിലിട്ട് വെച്ചേക്കണം. അപ്പോൾ എടുത്ത് കാണിക്കാൻ സുഖമായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ വൺ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതോ പ്രൈസോ ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു ഇയറിങ്സ് ആണ് കേട്ടോ. ഇതിന് ഏകദേശം 50, ഇതിനകത്ത് ഏകദേശം ഒരു 50 സംതിങ് ആയിട്ടുള്ളൂ ഇതിന്. ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഒരു ഗോൾഡൻ പിന്നെ ഒരു സിൽവർ ടച്ചുള്ള ഇയറിങ്സ് ആണ്. സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പം ഇങ്ങനത്തെ ഇയറിങ്സൊക്കെ അധികം കളക്ട് ചെയ്യുന്ന ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എന്താ പറയുക, എനിക്ക് ഇയറിങ്സ് കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് വാങ്ങിച്ച് വെക്കുന്നതാണ് ഇതൊക്കെ. പിന്നെ ഇതും ഒരു ഹാങ്ങിങ് ഇയറിങ്സ് ആണ്. ഒരു ഫെദറിൻ്റെയൊക്കെ ഒരു പ്രിൻ്റുള്ള ഇയറിങ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനത്തെ ഒരു ഷെയ്ഡുള്ള ഇയറിങ്സ് മുന്നേ യൂസ് ചെയ്തിട്ടില്ല. ഒരു ബ്ലൂ ഒരു ബ്ലൂ പെയിൻ്റൊക്കെ ഉള്ളൊരു ഇയറിങ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അടുത്തത് ഇതും ഒരു ഗോൾഡൻ ടച്ചുള്ള ഇയറിങ്സ് ആണ്. ഇത് ഞാൻ അങ്ങനെ അധികം ഇങ്ങനെ യൂസ് ചെയ്യാറില്ല, ഇങ്ങനെ ഗോൾഡൻ ടച്ചുള്ളത്. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതും ഹാങ്ങിങ് ഇയറിങ്സ് ആണ്. ഞാനിങ്ങനെ വാങ്ങിച്ച് കൊണ്ടുവന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് എല്ലാം ഹാങ്ങിങ് ടൈപ്പാണ്. ഞാൻ കൂടുതലും സ്റ്റഡുകൾ പോലത്തെ വാങ്ങിക്കുന്ന ആളാണ്. പക്ഷേ ഇത് എല്ലാതും ഹാങ്ങിങ് ആയിപ്പോയി വാങ്ങിയപ്പോൾ. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എല്ലാത്തിൻ്റെയും പ്രൈസ് റേഞ്ചാണ് ഹൈലൈറ്റ്. ഒരു 49, 50 അല്ലെങ്കിൽ ഒരു 99 ഉള്ളിലേ ഉള്ളൂ കേട്ടോ എല്ലാത്തിനും. ഇതും സെയിം ഒരു ഹാങ്ങിങ് ഇയറിങ്സ് ആണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് നിന്ന് ഓരോ കുർത്തി പോലത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് അതേപോലത്തെയൊക്കെ എൻ്റെ അമ്മേനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ അടിപൊളിയായിരിക്കും തോന്നിയിട്ടോ ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ വാങ്ങിച്ച് വെക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. സിമ്പിളാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു നല്ല ഡിസൈനൊക്കെ ആയിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെയൊക്കെ പിക്ചർ ഇങ്ങനെ സൈഡിൽ കാണിക്കുന്നുണ്ട്. ലിങ്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിക്ചറെങ്കിലും എൻ്റെ വീഡിയോ ഇടയ്ക്ക് കട്ടായി പോയിട്ടോ. സോറി. എനിക്ക് തോന്നുന്നു ഞാൻ ഈ കമ്മൽ വെച്ചിട്ടാണ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പം അടുത്ത് കാണിച്ചു തരാം. ഇതൊരു ബ്ലൂ ഇയറിങ്സ് ആണ്. നേരത്തെ കാണിച്ചൊരു ഹാങ്ങിങ് ഇയറിങ്സ് മുത്തൊക്കെ ഉള്ള സെയിം ഒരു ബ്ലൂ ഇയറിങ്സ് ആണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടോ. ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ ആയിട്ട്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര യുണീക്കായിട്ട് തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ കണ്ടപ്പോൾ തന്നെ ഒന്നും ആലോചിക്കാതെ എടുത്തൊരു ഇയറിങ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള അതിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തതായിരുന്നു. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബ്ലൂ കല്ലുള്ള ഇയറിങ്സ് കൂടെ കിടപ്പുണ്ട് സെയിം. പക്ഷേ വൈറ്റ് ആകുമ്പോൾ എനിക്ക് എല്ലാത്തിൻ്റെ കൂടെ യൂസ് ചെയ്യാമല്ലോ, അതുകൊണ്ട് എടുത്താണ്. ഒരു കുഞ്ഞ് സിമ്പിൾ ഹാങ്ങിങ് ഇയറിങ്സ് ആണ്. അടുത്തത് ഇതിന് 44 റുപ്പീസേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു കമ്മൽ ഞാൻ എവിടെയോ ഇട്ടു. ഇതിൻ്റെ കൂട്ടത്തിലൂടെ അറേഞ്ച് ചെയ്തപ്പോൾ വിട്ടുപോയി. ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുക്കാവേ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇങ്ങനെ പെയർ ചെയ്യാൻ വേണ്ടി നല്ല നൈസായിരിക്കും. സിമ്പിളായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഹെവി അല്ലാത്ത ഇയറിങ്സ് ആണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ മോതിരം എടുക്കണം എന്ന് വിചാരിച്ചെടുത്തതല്ല, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് കൊള്ളാമല്ലോ സംഭവം എന്ന് വിചാരിച്ചു. കാരണം ഒരു കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നൊരു ഷേപ്പുള്ള ഇയറിങ്സ് ആണ്. പക്ഷേ റിങ് ആണ്. പക്ഷേ ഈ റിങ്ങിന് 4 വിരലുള്ളൂ. കണ്ടോ, 4 വിരലുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കണ്ടേ. അടുത്തതെന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റുഡിയോ പോയപ്പം 2 നെയിൽ പെയിൻറ്റ് വാങ്ങിയതാണ്. രണ്ടും ജെൽ ഫിനിഷാണ്. ഒരു റെഡ് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല, ആ റെഡാണ് കേട്ടോ ഇത്. പിന്നെ ഒരു ഈ ബ്ലാക്കുമാണ് കേട്ടോ. ഇനി കാണിച്ചു തരാനുള്ളത് നിങ്ങളൊക്കെ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഡൈ കട്ട് മാർട്ട് പിന്നെ അങ്ങനത്തെ കുറേ പിൻട്രസ്റ്റ് കൈൻഡ് ഓഫ് ഷോപ്പുകളുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ. ഇത് ഞാൻ പാലാരിവട്ടത്ത് കുറേ ദിവസം അതിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ ഞാൻ പാലാരിവട്ടത്തൊന്ന് പോയ സമയത്ത് വാങ്ങിച്ചതാണ്. ഇതിലിപ്പോൾ എൻ്റെ കീ ഇട്ടിട്ടുണ്ട്. എൻ്റെ സ്കൂട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹാരി പോട്ടർ തീമുള്ള ഒരു കീ ചെയിൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ 2 എണ്ണം വാങ്ങിച്ചു. നല്ല ഭംഗിയുണ്ട്. ഇതിൽ മുത്തൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മീഷോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെയിം ആയിട്ടുള്ളത്. അതിന് 150 സംതിങ് എന്തോ ആയിരുന്നു ഓർഡർ ചെയ്തപ്പോൾ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ ചെന്നാൽ കറക്റ്റ് 2 പീസ് ഇതിരിപ്പുണ്ട്.
അതും ഇതിന് 99 ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, അത് ഓർഡർ ചെയ്തു കേട്ടോ, അല്ല അത് വാങ്ങിച്ചു കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. സെയിം ഹാരി പോട്ടർ, എനിക്ക് എന്താ ഹാരി പോട്ടർ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാവേ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് ഞാനുണ്ട് ജേർണലിങ്ങൊന്നും ചെയ്യാറില്ല, പക്ഷേ ഇങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ എൻ്റെ ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റൊക്കെ എഴുതിയുന്നതിൽ സൈഡിൽ ഇങ്ങനെ ഒട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നൈസ് ഒരു സ്റ്റിക്കർ ടൈപ്പാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ലുക്ക് കേട്ടോ. അവിടെ ഒരു സ്പഞ്ച് വരെ ഇങ്ങനെ പിടിക്കാൻ നല്ല സുഖമുള്ളൊരു ടിക് ടിക് പെന്നാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്താണെന്ന് അറിയുമോ, ഇത് എഴുതി നോക്കാതെയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത് ബ്ലാക്ക് ആണെന്നുള്ളൊരു ബ്ലാക്ക് ബ്ലൂ കളർ ഏതായിരിക്കും ചെക്ക് ചെയ്യണം ഒട്ടും ഓർമ്മയില്ലാതെ വാങ്ങിച്ചാണ് ഞാനിത്. ഞാൻ ബ്ലൂ വെച്ച് എഴുതുന്ന ആളാണ്, പക്ഷേ ഇതിപ്പോൾ ഇനി മാർക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. നല്ലൊരു പെന്നാണ് കേട്ടോ, നല്ല ഗ്രിപ്പൊക്കെ ഉള്ള നൈസൊരു പെന്നാണ്. അപ്പോൾ ഇത്രയും സാധനമാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത്. പിന്നെ ഈ വലിയ ബാഗിലുള്ള ഐറ്റംസാണ് കാണിച്ചു തരാനുള്ളത്. ഇതെന്ന് പറയുമ്പോൾ മെയിനായിട്ടും ഫസ്റ്റ് വൺ എൻ്റെ ഹീൽസാണ്. ഞാൻ സൂഡിയോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ ചെന്നപ്പോൾ ഈ ഒറ്റ പെയറെ ഈ ചെരുപ്പിൻ്റെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് 699 599 എന്തോ ആണ്. ഇത് ഇത്ര ഹീലുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അതിന് മുന്നേ. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ബ്ലാക്ക് കല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇയറിങ്സാണ്, ചെരുപ്പാണ്, മറന്നുപോയി. ഇയറിങ്സ് കുറേ വാങ്ങിയിട്ട് അതിൻ്റെ ഓർമ്മയാണ് ഇപ്പോഴും. അപ്പോൾ ഓക്കെ, കുറേ ബ്ലാക്ക് മുത്തൊക്കെ ആയിട്ടുള്ളത്, കുറേ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. എനിക്കറിയില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, വീഡിയോ എടുത്ത് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഇപ്പോൾ ബ്ലാക്ക് ഒരു ചെരുപ്പാണ്, നല്ല ഭംഗിയിട്ട് കാണാം. ഇട്ട് നോക്കിയിട്ട് ഒരു കംഫർട്ടബിൾ ആയി തോന്നിയപ്പോൾ സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാമെന്ന് വെച്ച് വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. ഇനി അടുത്തത്, ഇത് ഞാൻ പരാഗിന്ന് ക്ലോത്ത് കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു ഗ്രീൻ വൈറ്റ് എംബ്രോയ്ഡറി പ്രിൻ്റ് ഉള്ളത്, ഒരു ഫുൾ ലോങ് ഒരു ഡ്രസ്സ് അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതൊക്കെ അമ്മയ്ക്കുള്ള പണിയാണ്, കൊണ്ട് ചെല്ലുമ്പോൾ പറയും എനിക്കുള്ള ഓരോ പണി കൊണ്ടുവരുവാണെന്ന്. അമ്മ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ. ഞാൻ ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇതെടുക്കാൻ പോയ സമയത്ത് ഞാൻ വേറെ 2-3 ക്ലോത്ത് കണ്ടു. അവിടെ ഇങ്ങനെ ഒരു ബക്കറ്റിൽ അവർ ബാക്കിയുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ച കുറച്ച് ക്ലോത്താണ് കേട്ടോ ഇതും ഞാനിങ്ങനെ പിൻട്രസ്റ്റിൽ ഇങ്ങനെ വേസ്റ്റ് കോട്ട് പോലത്തെ ഓരോ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഓരോ ഡിസൈൻസൊക്കെ. അതേപോലത്തെ സ്റ്റിച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഒന്ന് ഇതാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ പ്രിൻ്റ് കാണാൻ വേണ്ടിയിട്ട്. ഇതിനും ഏകദേശം, ഇത് 3 പീസിനും ഏകദേശം തോന്നുന്നു എല്ലാത്തിനും 50, 49, 60 ആ റേഞ്ചുള്ള എല്ലാത്തിനും കേട്ടോ. നല്ലതല്ലേ ടോപ്പൊക്കെ തയ്ക്കാൻ, നല്ല രസമായിട്ട് പെയർ ചെയ്തിട്ട് പോകാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഇതാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞത്, കണ്ടോ ഈ ലീഫിൻ്റെ ഈ സൈഡിൽ വെച്ച ലീഫിൻ്റെ പ്രിൻ്റുള്ള ഒരു ടോപ്പിനുള്ള തുണിയാണ് കേട്ടോ. ഇതൊക്കെ ഇനി തയ്ക്കാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണം. ഇത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഞങ്ങളവിടെ തപ്പി നടന്നു, ഇതിൻ്റെ വലിയ കുറേ ക്ലോത്ത് കിട്ടുമെന്ന്. ഇതാകെ ഒരു ടോപ്പ് തയ്ക്കാനുള്ള ക്ലോത്തേ ഉള്ളൂ. പക്ഷേ ഒരു കുർത്തിയൊക്കെ തയ്ക്കാൻ പറ്റുന്ന ക്ലോത്ത് ഉണ്ടോ എന്ന് അന്വേഷിച്ചു, പക്ഷേ ഇല്ലായിരുന്നു. ബാക്കിയുള്ള തുണിയാണ് കേട്ടത്. ഇതിനും ഒരു 40-50 റുപ്പീസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഞാൻ ഇന്നലെ പോയപ്പോൾ വാങ്ങിച്ചത്. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ട് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇന്നലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഡെലിവർ ആയിട്ടേ ഉള്ളൂ. ഇതിന് ഏകദേശം ഒരു 200+ എന്തോ ആയിരുന്നു റേറ്റ്. ആ വിലയ്ക്ക് അടിപൊളിയായിട്ടാണ് കേട്ടോ. ഇതിനിങ്ങനെ അടിയിൽ ചക്രമൊക്കെ ഉണ്ട്, ഇങ്ങനെ നമുക്കിങ്ങനെ തള്ളിക്കൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പാണ്. 4 റോ ഉള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ എന്നൊക്കെ പ്ലാസ്റ്റിക് എന്ന് പറയാൻ തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല, സോറി. അപ്പം സംഭവം നൈസായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ അലങ്കോലമായിട്ട് വലിച്ചു വരുന്നതിന് പകരം അറേഞ്ച് ചെയ്ത് വെക്കാൻ ഒരു നൈസ് സെറ്റപ്പായിട്ട് തോന്നിയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ഈ ഡ്രസ്സൊക്കെ തയ്ച്ചിട്ട് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ കാണിച്ചൊക്കെ തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് പറയുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.